അയാൾ വിളിക്കുന്നടാ. ഒരു മിനിറ്റ്. ഹലോ ക്യാഷ് എടുക്കില്ല. എടാ ഇല്ല ആയില്ല. റെഡി. ഇങ്ങോട്ടൊന്നും കേൾക്കണേ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേ 12 മണിക്ക് ക്യാഷ് കിട്ടണമെന്നല്ലേ. 3 ദിവസമായാലും ക്യാഷ് മേടിച്ചിട്ട്. ഓക്കെ, ഇന്ന് 12 മണിക്ക് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആളെ വിടും. നാട്ടിൽ വീട്ടിലേക്കോ എവിടെയെങ്കിലും വൈഫ് ഹൗസിലോ എവിടെയാണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും. ഇല്ല, എനിക്ക് കേൾക്കണ്ടോ. ഞാൻ 12 മണിക്ക് വിളിക്കും. ഓക്കെ ശരി. എന്താ ചെയ്യടാ? ഫോൺ എടുക്കണ 3 സൈക്കിളും പൈസ എന്ത് ചെങ്ങായില്ലോ അലീൻ്റെ അടുത്ത് പോവാം. ഒരു വീട്ടിലെത്തുന്നു. അപ്പൊ മാർക്കറ്റിൽ പോവാണ്. പെൻഡിങ് സാധനം എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തരണം കേട്ടാ. ഒരു 10 മിനിറ്റ്സ്. സനി എന്തുകൊണ്ട് വിശേഷം? ഞാൻ ഇറങ്ങാണ്. ചെറിയ പരിപാടി ഉണ്ടോ? നീ 2 ദിവസം മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓൾറെഡി പർച്ചേസ് ഒക്കെ കഴിഞ്ഞാ. ഇങ്ങനെ ഷോപ്പിൽ ഫുള്ള് സ്റ്റോക്കിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ നീ പറഞ്ഞാൽ തന്നെ തന്നില്ലേ? ഓനത് പൈസ ഒക്കെ ഉണ്ട്. പിന്നെ എന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ എന്താണ് പോകാൻ പാടാണ്? എനിക്ക് അറിയായിട്ട് അവൻ വീട്ടിലൊക്കെ പോയി അലമ്പാക്കട. എന്ത് സാധനം ഇന്ന് രാത്രി 12 മണി ആകെ 1000 ദിർഹംസിന് ഷോട്ടും കൂടി പൈസ ആ ചക്കണ്ട പൈസ ശനിയെ നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളോടാണ് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കുറെ പൈസ കൊടുക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. നമ്മൾ